ഒരു അക്രപ്പോവിക്കിൻ്റെ എക്സോസ്റ്റ് ഒക്കെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഐ എം നോട്ട് എ ഫാൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലൗഡ് എക്സോസ്റ്റ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ സിംഗിൾ സിലിണ്ടറിലൊക്കെ, അതാണ് എൻ്റെ വണ്ടിയാണെങ്കിലും ഇപ്പോൾ 6 വർഷമായി. വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ടൊരു എക്സോസ്റ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ഭയങ്കര സൗണ്ടായിട്ടൊക്കെ ഓടിച്ച് നടക്കാം. പക്ഷേ എനിക്ക് അതല്ല. ഈ ട്വിൻസിലോ അല്ലെ ഇൻലൈൻ 4-ലോ ഒക്കെ എക്സോസ്റ്റ് ചെയ്യുന്നതല്ല, സിംഗിൾ സിലിണ്ടറിൽ എക്സോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലൗഡ്നെസ്സേ നമുക്ക് വരുള്ളൂ. ആ ഒരു ഫീലിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എനിക്ക് ആക്ച്വലി സ്റ്റോക്ക് സൗണ്ട് തന്നെയാണ് ഇഷ്ടം. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഗുഡ് ഫോർ യു ആസ് വെൽ ആസ് യുവർ ബൈക്ക്. ബൈക്കിനും അത്ര നല്ലതല്ല. എപ്പോഴാണെങ്കിലും ബൈക്ക് സ്റ്റാർട്ട് ആവാൻ പാട് കാണിക്കുന്നുണ്ട്. ഈ ബാക്ക് പ്രഷർ കിട്ടാത്തതുകൊണ്ടാണ്. കമ്പനി ഡിസൈൻ ചെയ്യുമ്പോൾ എക്സോസ്റ്റിൽ നിന്ന് വരുന്നൊരു ബാക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ വണ്ടിയും എൻജിൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഫ്രീ ഫ്ലോ ആകുമ്പോൾ ബാക്ക് പ്രഷർ എൻ്റെ അമ്മോ പണി വാളിയാന്. പിന്നെ വണ്ടിയുടെ എൻജിൻ്റെ ഓവറോൾ ഹെൽത്തിനാണെങ്കിലും അതത്ര നല്ലതല്ല. സോ തിങ്ക് ട്വൈസ് ബിഫോർ ഡു എനിത്തിങ് ടു യുവർ എൻജിൻ. അല്ലെ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ രീതിക്ക് ചെയ്യണം.